ശ്രീ ജിൻഡോ ജോൺ, ഇവിടെ മുഖ്യമന്ത്രി പറയുകയാണ്. ആരാണ് മുഖ്യമന്ത്രി? കേരളത്തിൻ്റെ പോലീസ് മന്ത്രിയാണ്. ഇതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട നാട് മുഴുവൻ ഉറ്റുനോക്കിയ ഒരു കേസിൽ കോടതിയിൽ പോലീസ് കൊടുത്ത റിപ്പോർട്ടിൽ ആ റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയും. അത് വരട്ടെ, നോക്കാമെന്ന് അവതാരതയോടെ പറയുകയാണ്. മാത്രമല്ല, അത് മാധ്യമങ്ങൾ കണ്ട അറിവേ ഉള്ളൂ എന്ന് കേരളത്തിൻ്റെ പോലീസ് മന്ത്രി പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ കൂട്ടർക്കെതിരെ ഒരു നടപടി ഉണ്ടാകാൻ പോകുന്നില്ലെന്നാണ് ജിൻഡോ. അല്ല ഹാഷ്മി, അതിൽ നമ്മൾ അത്ഭുതം വിചാരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ഒന്നാം മന്ത്രിസഭയിൽ അദ്ദേഹത്തോടൊപ്പം ഇരുന്ന അവരുൾപ്പെടെ വലിയ വാഴ്ത്തിപ്പാടിയ കെ ശൈലജ എന്ന് പറഞ്ഞ വ്യക്തിയെ അവർ പാർലമെന്റ് സ്ഥാനാർത്ഥിയായിട്ട് പ്രസന്റ് ചെയ്തതിന് ശേഷം അവർക്ക് ഇത്രത്തോളം അപമാനകരമായ ഒരു സാഹചര്യം സംജാതമായിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള അന്വേഷണത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് യാതൊരു അറിവുമില്ല എന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ ഉൾപ്പെടെയുള്ള ഉന്നത CPM നേതാക്കന്മാരുടെ അറിവോടെയാണ് ഈ തോന്നിവാസം കാണിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് ചെയ്തിട്ടുള്ള ആളുകളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്. രണ്ടിലൊന്ന് ഉറപ്പാണ്. കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രി പത്രവും ചാനൽ വാർത്തകളും ഒന്നും കാണാത്ത, അത്യാവശ്യം പോലീസ് റിപ്പോർട്ടുകൾ പോലും കാണാത്ത ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണെങ്കിൽ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. എനിക്ക് ഹസ്കറിനോട് ചോദിക്കാനുള്ള, അദ്ദേഹം പറയുന്നത് കെ ശൈലജ എന്ന് പറഞ്ഞ LDF സ്ഥാനാർത്ഥിയെ കുറിച്ചിട്ട് പോൺ വീഡിയോകൾ പ്രചരിപ്പിച്ചു എന്നാണ്. ഈ ചർച്ച പങ്കെടുക്കുന്ന എത്ര ആളുകൾ അങ്ങനത്തെ കണ്ടിട്ടുണ്ടാവും? ഞാൻ വിചാരിക്കുന്നത് ഞങ്ങൾക്ക് ആർക്കും പരിചയമുള്ള ഒരാൾ പോലും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. CPM നേതാക്കന്മാർ തെരഞ്ഞെടുപ്പ് സമയത്തും അതിനുശേഷമൊക്കെ നിരന്തരം പറയുന്നു, നിങ്ങൾ മാത്രം കണ്ടിട്ടുള്ള അത്തരം പോൺ വീഡിയോകൾ അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്, നിങ്ങൾ പ്രചരിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു പോൺ വീഡിയോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള പിണറായി വിജയനോ അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന DGPക്കോ അത് നൽകിക്കൊണ്ട് അതിന്മേൽ നടപടി സ്വീകരിക്കാൻ നിങ്ങൾ ആവശ്യപ്പെടാത്തത്? അങ്ങനെ ഒരു വീഡിയോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കെ ശൈലജ പോലും പിന്നീട് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല, പറഞ്ഞു കേട്ടതാണെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ പറഞ്ഞ ഈ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട വിഷയം ഏപ്രിൽ 25 2:13 റെഡ് എൻകൗണ്ടറിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വരുന്നു. റെഡ് എൻകൗണ്ടറിൽ അത് പ്രചരിപ്പിച്ചത് അഡ്മിൻ റിബേഷ്. അതിനുശേഷം 2:30 റെഡ് ബറ്റാലിയനിൽ വരുന്നു. 3 മണിക്ക് അമ്പാടിമുക്ക് സഖാക്കളിൽ വരുന്നു. 8:30 പോരാളി ഷാജിയും അതിനുശേഷം കെ ശൈലജയും. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ആളുകളോ മുന്നണിയിൽപ്പെട്ട ആളുകളോ ഇത് പ്രചരിപ്പിക്കുന്ന ഈ സ്ക്രീൻഷോട്ട് കിട്ടിയത് തികച്ചും CPMവുമായി ബന്ധമുള്ള ആളുകൾ, CPMന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ, കെ ലതികയെ പോലുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് മാത്രമാണ്. ഇത് എങ്ങനെയാണ് ഇവർക്ക് മാത്രം കിട്ടുന്നത്? ആകാശത്ത് നിന്ന് മഞ്ഞ പൊഴിയുന്ന പോലെ പൊഴിഞ്ഞു കിട്ടിയതാണോ? ഏത് സോഴ്സിലൂടെയാണ് കിട്ടിയതെന്ന് പറയണ്ടേ? അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, ഹസ്കർ പറഞ്ഞ മറുപടി, റിബേഷിനോട് ശാസ്ത്രീയ മാർഗത്തിലൂടെ അന്വേഷണം നടത്തുന്നത്. ശാസ്ത്രീയ മാർഗമൊന്നും വേണ്ട, നുണപരിശോധന നടത്തിയാൽ മതി. ഈ DYFIയുടെ നേതാവിനെ ഇത്ര വലിയ ആർജവത്തോടു കൂടി ഇവര് സംഘപരിവാറിനെതിരെ പോരാടുന്ന ആളുകളല്ലേ? ഈ രാജ്യത്തും ഈ ലോകത്ത് മുഴുവൻ പ്രശ്നങ്ങൾക്കെതിരെ അഭിപ്രായം പറയുന്ന ആളുകളല്ലേ? എന്തുകൊണ്ടാണ് റിബേഷ് എന്ന് പറഞ്ഞ DYFIയുടെ ബ്ലോക്ക് പ്രസിഡന്റിന് ഈ വിഷയത്തിൽ ഇത് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് പറയാൻ ആർജവമില്ലാത്തത്? അത്രയും നാണം കെട്ട അവസ്ഥയിലാണോ DYFIയുടെ നേതാക്കന്മാർ കേരളത്തിലിരിക്കുന്നത്? മാത്രമല്ല, ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. ഈ ജനാധിപത്യത്തിൽ ഇദ്ദേഹം അധ്യാപകനാണ് എന്നുള്ള വസ്തുതയ്ക്ക് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. ജയകൃഷ്ണൻ മാസ്റ്റർ എന്ന് പറഞ്ഞ അധ്യാപനെ ക്ലാസ് റൂമിലിട്ട് വെട്ടിക്കൊന്ന കേസിലെ 1-ാം പ്രതിയെ പിന്നീട് CPMന്റെ നേതൃത്വത്തിൽ അതേ സ്കൂളിൽ PTA പ്രസിഡന്റായിട്ട് അവരോധിക്കുന്ന കാഴ്ച നമ്മൾ കേരളത്തിലെ രാഷ്ട്രീയം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അധ്യാപകർ പഠിപ്പിക്കുന്ന സ്കൂളിലെ കുട്ടികളെ അവരുടെ ഗതി ഓർത്തിട്ടാണ് നമുക്ക് പരിതാപകരമായിട്ടുള്ള അവസ്ഥ. ഈ റിബേഷിനെ പോലുള്ള അധ്യാപകരെ അധ്യാപക തസ്തികയിൽ മാത്രമല്ല പൊതുപ്രവർത്തന രംഗത്തുനിന്ന് കൂടി മാറ്റി നിർത്താനുള്ള ആർജവം CPM കാണണം. കാരണം രാഷ്ട്രീയ രംഗത്ത് മലീമസമായിട്ടുള്ള ഇത്തരം പ്രവണതകൾ വെച്ച് പുലർത്തുന്ന ആളുകൾ, എന്നിട്ട് അതിനുശേഷം പിടിക്കപ്പെടുമ്പോൾ മിണ്ടാതിരിക്കുന്ന, മൗനം പാലിക്കുന്ന ആളുകൾ രാഷ്ട്രീയത്തിന് യോജിച്ചവരല്ല. CPMന് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ, CPMന്റെ നേതാക്കന്മാർക്ക് ബന്ധമില്ലെങ്കിൽ ഇതിനെതിരെ നടപടി സ്വീകരിക്കണ്ടേ? അല്ലെങ്കിൽ MV ജയരാജൻ ചെയ്തതുപോലെ മുൻകൂർ ജാമ്യമെടുത്ത് സൈബർ സഖാക്കളെ തള്ളി പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ കെ ശൈലജ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അവരൊരു മാപ്പ് പറഞ്ഞിട്ടില്ല. അത് വിശ്വാസത്തിലെടുത്തുകൊണ്ട് കെ ശൈലജ അത് വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇലക്ഷന്റെ അന്ന് പോലും പ്രസ്താവന നടത്തിയിട്ടുണ്ട്. കെയിലധികം അത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. പയ്യോളി ഏരിയ സെക്രട്ടറി പ്രചരിപ്പിച്ചിട്ടുണ്ട്. CPMന്റെ പല മുന്തിയ നേതാക്കന്മാർ ഇത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. A.A. റഹീം പറഞ്ഞത് ഷാഫി പറമ്പിലിന്റെ പൊളിറ്റിക്കൽ പോയിസൺ എന്നാണ്. A.A. റഹീമിന്റെ ആ പരിപാടി സംഘടിപ്പിച്ച ആളുടെ പേരാ റിബേഷ് രാമകൃഷ്ണൻ. അപ്പൊ A.A. റഹീം ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ആ പ്രസംഗം നടത്തിയത്. പൂർണ്ണ ഉത്തരവാദിത്വത്തോടുകൂടി DYFI അഖിലേന്ത്യാ നേതാവാണ് പറയുന്നത്. അതേ ഉത്തരവാദിത്വത്തോടെ പൊതുസമൂഹത്തിൽ വന്ന് പറയാനുള്ള ആർജവം A.A. റഹീമിനുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പിന്നെ മെറ്റയോട് ചോദിക്കണമെന്ന്, ഈ വക മറ്റേ പണി ചെയ്തിട്ട് പിന്നെ മെറ്റയോട് ചോദിച്ചിട്ട് കേസെടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ, യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെതിരെ കേസെടുക്കാൻ വേണ്ടിയിട്ട് ഏത് മെറ്റയോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ കേസെടുത്തത്? ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ കേസെടുത്തില്ലേ? CPMന്റെ DYFIയുടെ നേതാക്കന്മാർക്കെതിരെ കേസെടുക്കുമ്പോൾ എന്തിനാ മെറ്റയുടെയും ഫേസ്ബുക്കിന്റെ പുറകെ പോകുന്നത്? മനസ്സിലാകുന്നില്ല. പിന്നെ സൈദ്ധാന്തിക പിന്തുണയൊക്കെ നൽകി KT കുഞ്ഞികൃഷ്ണനെ പോലുള്ള ആളുകളൊക്കെ ഇതിനെ വലിയ രീതിയിൽ അവതരിപ്പിച്ചു. KN ഗണേഷിനെ പോലുള്ള AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നേതാവൊക്കെ
വലിയ ചരിത്ര ഗവേഷകരൊക്കെയാണ്, അവരൊക്കെയാണ് ഇത് പ്രചരിപ്പിച്ചത്. ശരി, ഞാൻ എത്താം ജിൻഡോ. അത് ദീപാ കഴിഞ്ഞ കാലം വിശാലിനെപ്പോലുള്ള ആളുകൾ പറഞ്ഞത് അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് വർഗീയത വിജയമാണെന്ന. എക്സാക്ട്ലി, അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒറ്റ കാര്യം പൂർത്തിയാക്കട്ടെ. ഒറ്റ കാര്യം ഹാഷ്മി, ഒറ്റ കാര്യം. ഇവിടെ കാണാതെ പോകുന്ന പലതുമുണ്ട്. നമ്മൾ ലൈഫ് മിഷൻ കോഴക്കേസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ CCTV ദൃശ്യങ്ങൾ കാണാതെ പോകുന്നു. പ്രളയ ഫണ്ടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആത്മഹത്യ ചെയ്ത അയ്യനാട് സർവീസ് സഹകരണ ബാങ്കിലെ സിയാദിന്റെ ആത്മഹത്യാക്കുറിപ്പിന്റെ ഫോറൻസിക് റിപ്പോർട്ട് കാണാതെ പോകുന്നു. KSRTCയിലെ പെൻഡ്രൈവ് കാണാതെ പോകുന്നു. കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കാണാതെ പോകുന്നു. ഞാൻ ചോദിക്കട്ടെ, CPMന്റെ പ്രഖ്യാപിത നിലപാടാണ് ഈ പറഞ്ഞ RSSന്റെയും സംഘപരിവാറിന്റെ പ്രചരണ ആയുധമായിട്ടുള്ള മുസ്ലിം വിരുദ്ധത കൃത്യമായിട്ട് എടുത്തു ഉപയോഗിക്കുന്നത്. VS അച്യുതാനന്ദന്റെ നാവിൽ നിന്ന് പറഞ്ഞ വാക്കുകളാ. ഉത്തരേന്ത്യയിലടക്കം ഉത്തർപ്രദേശിലടക്കം യോഗി ആദിത്യനാഥ് ലവ് ജിഹാദിന് വേണ്ടി പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. ഇവരെന്തെങ്കിലും തിരുത്തി പറഞ്ഞോ? വിജയരാഘവനെ പോലുള്ള നേതാക്കന്മാരുടെ പ്രസ്താവനകൾ ഇവർ തിരുത്തി പറഞ്ഞോ? മലപ്പുറത്തെ കുട്ടികൾ കോപ്പി അടിച്ച പരീക്ഷ ജയിക്കുന്നെന്ന് പറഞ്ഞത് ഇവർ തിരുത്തി പറഞ്ഞോ? ഈരാറ്റുപേട്ട പ്രത്യേക സ്വഭാവമുള്ള സ്ഥലമാണെന്ന് പറഞ്ഞത് തിരുത്തി പറഞ്ഞോ? പോലീസ് റിപ്പോർട്ട് തിരുത്തി പറഞ്ഞോ? ആലുവയ്ക്ക് പ്രത്യേക സ്വഭാവമുണ്ടെന്ന് പിണറായി വിജയൻ പറഞ്ഞ് തിരുത്തി പറഞ്ഞോ? അപ്പൊ ഇതൊന്നും ഇവർ തിരുത്തിയിട്ടില്ല. പക്ഷെ ഇവർ തിരുത്താൻ ആഗ്രഹിക്കുന്നത് ഇവരുടെ പാർട്ടി പ്രവർത്തനമാണെന്ന് പറയുന്നു. ഇവര് തിരുത്താൻ ആഗ്രഹിക്കുന്നത് ഇവരെ ചോദ്യം ചെയ്യുന്ന ആളുകളെ മാത്രമാണ്. ഇവരുടെ നേതാക്കന്മാരെയല്ല. റിബേഷ് രാമകൃഷ്ണനെ പിടിച്ച് കൃത്യമായിട്ട് ചോദ്യം ചെയ്താൽ ഉത്തരം കിട്ടും.